ഹേയ്, അസ്സാം വലൈക്കും. ഈ ഒരു ലോകത്ത് നമ്മളെ ആഗ്രഹത്തിൻ്റെ പുറകെ പോകുകയും നമ്മളെ ലൈഫിൽ തന്നെ ഒരുപാട് പ്രശ്നത്തിലൂടെയും ഒരുപാട് വിഷമത്തിലൂടെയും കടന്നു പോകുമ്പോഴും അതേപോലെ തന്നെ നമ്മളെ തന്നെ സ്വയം സംശയിക്കുകയും, അതായത് നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസവും എന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്നുള്ള ഒരു ചിന്ത വരികയും സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ലോകത്ത് നമ്മൾ നഷ്ടപ്പെട്ടവരെ പോലെ ഫീൽ ചെയ്തേക്കാം. ഇതിനെല്ലാം ഉപരി ഇന്ന് നമുക്ക് കുറച്ച് സമയത്തേക്ക് എങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാം എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാം. അതായത് എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ സമാധാനം ലഭിക്കുകയും ഇസ്ലാമിൻ്റെ പാതയിലൂടെ തന്നെ ജീവിക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്പർ 1, നമ്മൾ ആദ്യം തന്നെ നമ്മളെല്ലാവരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം, നമ്മുടെ ലൈഫിൻ്റെ പേർപ്പസ് എന്താണെന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഒരു നല്ല ജീവിതം ജീവിക്കാൻ ഫസ്റ്റ് തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ ജനിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വൈ വി ആർ ഹിയർ, നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ, അതിനുള്ള ഉത്തരം നമ്മൾ ഇസ്ലാം തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മളെല്ലാവരുടെയും ജീവിതത്തിൻ്റെ പേർപ്പസ് അല്ലെങ്കിൽ ലക്ഷ്യം എന്താ വെച്ചാൽ നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുക ആൻഡ് നമ്മളെല്ലാവരും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ജീവിക്കുക. ഇതിനെക്കുറിച്ച് പഠിച്ചവൻ നമ്മളോട് ഖുറാനിൽ പറയുന്നുണ്ട്, ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കാനല്ലാതെ ഞാൻ സൃഷ്ടിച്ചില്ല. ഈ ആയത്തിലൂടെ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം നമ്മളെ ലൈഫിൻ്റെ പേർപ്പസ് എന്താണെന്ന്. നമ്മുടെ ലൈഫ് ഒരുപാട് സമ്പത്ത് കൊണ്ടോ അല്ലെങ്കിൽ പൈസ അല്ലെങ്കിൽ ഒരുപാട് പദവി ഉള്ളത് കൊണ്ടോ മാത്രമൊന്നും ആവുന്നില്ല. അത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിലിരിക്കുന്നു. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ഓരോ നിയത്തും എല്ലാം നമ്മൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന രീതിയിലായിരിക്കണം. ആൻഡ് നമ്മൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യവും ഒരിക്കലും അള്ളാഹുവിൻ്റെ തീരുമാനത്തോടെ അല്ലാതെ സംഭവിക്കുന്നതല്ല. സോ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലുണ്ടായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം ഒരുപാട് കട്ടി കുറഞ്ഞതാവും. നമ്മളുടെ എല്ലാവരുടെയും ഓരോ വിഷമവും ഓരോ പ്രശ്നവും ഓരോ വിജയവും അല്ലെങ്കിൽ പരാജയവും എന്തിന് നമ്മൾ ഓരോ ചെറിയ കാര്യങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ പ്രീതി നേടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് 1, നമ്പർ 2, നമുക്ക് ഉണ്ടായ കാര്യങ്ങളിലൊക്കെ നമ്മൾ നന്ദി പറയുമ്പോൾ അതിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതായത് നമ്മളെ ജീവിതം സമാധാനപരമാവാൻ കാരണം തന്നെ നമ്മൾ ഉണ്ടായ കാര്യത്തിൽ നന്ദി പറയുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് സമാധാനം ലഭിക്കും. അതേപോലെ തന്നെ നമ്മൾ ഇസ്ലാമും അത് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നതും. നമുക്ക് ഉണ്ടായ കാര്യത്തിൽ നമ്മൾ ഒരുപാട് താങ്ക്ഫുൾ ആവുക. അത് എത്ര ചെറിയ കാര്യമായാലും നമ്മൾ അള്ളാഹുവിനോട് ശുക്ർ പറയാം. ഈ ഒരു കാര്യത്തിൽ അള്ളാഹു നമ്മളോട് ഖുറാനിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങളെ നന്ദി പ്രകടിപ്പിച്ചാൽ ഞാൻ നിങ്ങൾക്കുള്ള അനുഗ്രഹം വർദ്ധിപ്പിക്കും. ഇത് സൂറത്തുൽ ഇബ്രാഹിമിലെ 7ാമത്തെ ആയത്താണ്. നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ നന്ദി പറയാൻ സ്റ്റാർട്ടാക്കിയാൽ നമുക്ക് എത്രത്തോളം അനുഗ്രഹമാണ് പടച്ചോൻ നമുക്ക് തന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഹാപ്പി ആവും. നമുക്കുള്ളതിൽ വെച്ചിട്ട് നമുക്കുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ നന്ദിയുള്ളവരായാൽ നമ്മൾ എന്തെങ്കിലും വിഷമത്തിലോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലോ കടന്നു പോകുമ്പോഴും നമുക്ക് ഈ ഒരു സമാധാനം നമ്മളെ കൂടെ ഉണ്ടാവും. ആൻഡ് മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് എങ്ങനെ ജീവിക്കാന്ന് വെച്ചാൽ അത് നമ്മളെ കൈൻഡ്നെസ് അഥവാ കരുണയിലൂടെയാണ്. ഈ കൈൻഡ്നെസ്സിനെ കുറിച്ച് നമ്മളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് മറ്റുള്ളവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നവരാണ് ഏറ്റവും മികച്ച ആളുകൾ. നമ്മളുടെ ഇസ്ലാമിൽ ഈ കൈൻഡ്നെസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നല്ല കാര്യം മാത്രമല്ല, അത് നമ്മളുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. അതിപ്പോൾ നല്ലൊരു കൈൻഡായിട്ടുള്ള വേർഡ് പറഞ്ഞാലും അല്ലെങ്കിൽ നല്ലൊരു ചിരി അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും സഹായിച്ചാൽ. ആൻഡ് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ എന്ത് കാര്യം നമ്മൾ കരുണയോടെ ചെയ്യുന്നത് അത് നമ്മൾ ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ സ്നേഹം വരുത്താനുള്ള ഒരു വഴിയാണ്. നമ്മൾ മറ്റുള്ളവരോട് കരുണയുള്ളവരാകുമ്പോൾ അതിപ്പോൾ നമ്മളെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയോ അല്ലെങ്കിൽ ഒട്ടും അറിയാത്തവരോ ആവട്ടെ, അത് നമ്മൾ അള്ളാഹുലേക്ക് കൂടുതൽ ക്ലോസ് ആക്കും, നമ്മൾ അള്ളാഹുവിനോട് കൂടുതൽ അടുപ്പിക്കും. അത് നമ്മൾ ഹൃദയത്തിന് ഒരുപാട് സോഫ്റ്റ് ആക്കുകയും ആൻഡ് ആൾക്കാരോടൊക്കെ നമുക്ക് ഒരുപാട് ബന്ധം സ്ഥാപിക്കാനും പറ്റും. ആൻഡ് മറ്റുള്ളവർ ഒരുപാട് സഹായിക്കുന്നവരെ അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമാണ്. അതിപ്പോൾ എത്ര ചെറിയ കാര്യമായാലും നമ്മൾ മറ്റുള്ളവരുടെ ജസ്റ്റ് പുഞ്ചിരിക്കുന്നത് പോലും ഒരു കരുണയാണ്. നമ്മൾ എപ്പോഴൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ അള്ളാഹുലേക്ക് തിരിക, നമ്മൾ നിസ്കരിച്ചും ദുആ ചെയ്തും. ഇനി നെക്സ്റ്റ് കാര്യം പറയാം, നമ്മൾ ഈ ഏറ്റവും വിഷമത്തിലൂടെയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളിലൂടെയോ ലൈഫിൽ കടന്നു പോകുമ്പോൾ നമ്മൾ നല്ലോണം ക്ഷമയുള്ളവരാവണം. നമ്മളെല്ലാവരുടെയും ജീവിതം ഒരിക്കലും കഷ്ടതയില്ലാത്ത ജീവിതമാവുന്നില്ല. പക്ഷേ നമ്മൾ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെ നമുക്ക് ഈ ഒരു കഷ്ടതയും വിഷമമൊക്കെ നല്ല ക്ഷമയോടു കൂടിയും വിശ്വാസത്തോടു കൂടിയും കടന്നു പോകാൻ പറ്റുക എന്നുള്ളത്.
ഖുറാനിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ ക്ഷമയുള്ളവരാവുക. ഉറപ്പായിട്ടും അള്ളാഹു ക്ഷമയുള്ളവരുടെ കൂടെയാകുന്നു. ക്ഷമ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ നമ്മൾ ക്ഷമിച്ച് മുന്നോട്ട് പോവുക എന്നോർണോ മാത്രമല്ല, മറിച്ച് നമ്മൾ അള്ളാഹുവിൻ്റെ പ്ലാനിൽ അള്ളാഹു എന്ത് തന്നെ തീരുമാനം എടുത്താലും നമ്മളത് വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതിനും കൂടിയാണ്. നമ്മളുടെ ഓരോ വിഷമത്തിലും ഓരോ ബുദ്ധിമുട്ടിലും അള്ളാഹുവിന് ഓരോ പർപ്പസ് ഉണ്ട്, അള്ളാഹുവിന് ഓരോ ഉദ്ദേശമുണ്ട്. ചിലപ്പോൾ അത് നമ്മൾ അള്ളാഹുലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ഈമാൻ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാവാം. ആൻഡ് ഓൾസോ നിങ്ങളും ഞാനും ഒക്കെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ അനുഭവിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുള്ള നിമിഷവും ഓരോ വിഷമത്തിലൂടെ കടന്നു പോകുന്ന നിമിഷവും ഇതെല്ലാം തന്നെ നമ്മൾ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരെയും ഓർമ്മിപ്പിക്കാം, നമ്മൾ അനുഭവിക്കുന്ന ഓരോ വിഷമവും ഓരോ ബുദ്ധിമുട്ടും എല്ലാം തന്നെ നമ്മൾ പരലോക ജീവിതത്തിന് ഉപകരിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ പൊരുത്തപ്പെട്ടേക്കാം, അതേപോലെ തന്നെ നമ്മൾ സ്വർഗത്തിലുള്ള സ്ഥാനം ഉയർത്തപ്പെട്ടേക്കാം, അതേപോലെ തന്നെ നമുക്കറിയാത്ത പലതും അള്ളാഹുവിനറിയാം. ജസ്റ്റ് നമ്മൾ അള്ളാഹുവിൻ്റെ പ്ലാൻ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. അള്ളാഹു ഖുറാനിൽ പറയുന്നുണ്ട്, ഓരോ ഞെരുക്കത്തിലും ഒരു എളുപ്പമുണ്ട്. ആ എളുപ്പം ചിലപ്പോൾ നമുക്ക് ഈ ലോകത്ത് തന്നെ കിട്ടാം, അല്ലെങ്കിൽ പരലോകത്ത് കിട്ടാം. ഇനി നെക്സ്റ്റ് കാര്യം പറയാം, നമ്മൾ മറ്റുള്ളവർക്ക് പൊരുത്തം കൊടുക്കുന്നത്. നമ്മൾ അവർക്ക് പൊരുത്തം കൊടുക്കുമ്പോൾ നമ്മളെ ദേഷ്യവും നമ്മളെ സമാധാനക്കേടും എല്ലാം നമ്മൾ റിലീസ് ചെയ്യുന്ന പോലെയാണ്. ആൻഡ് ഇതന്നെയാകുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. ഇതിനെക്കുറിച്ച് അള്ളാഹു ഖുറാനിൽ പറയുന്നുണ്ട്, നിങ്ങൾ മറ്റുള്ളവർക്ക് പൊരുത്തപ്പെടുക, ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ ആഗ്രഹിക്കുന്ന പോലെ. നമ്മൾ മറ്റുള്ളവർക്ക് പൊരുത്തം കൊടുക്കുമ്പോൾ അത് നമ്മളെ നെഗറ്റിവിറ്റിയിൽ നിന്ന് ഫ്രീ ആക്കുകയും നമ്മളെ ജീവിതത്തിൽ സമാധാനം നൽകുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കാൻ കഴിയുന്നത് എപ്പോഴാണെന്നറിയോ? അത് നമ്മൾ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ്. നമുക്ക് അള്ളാഹുവിനോടുള്ള ആ ഒരു കണക്ഷൻ നമ്മൾ നിസ്കരിക്കുമ്പോഴാണ് നമ്മളും അള്ളാഹുവും തമ്മിൽ ഉള്ള ഡയറക്റ്റ് കോൺവെർസേഷൻ നടക്കുന്നത്. ആൻഡ് നമ്മൾ നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഓർക്കണം, അള്ളാഹുവാണ് എല്ലാ സമാധാനവും. അള്ളാഹുവിൽ നിന്ന് സമാധാനം ലഭിക്കുന്നത് പോലെ മറ്റെവിടെയും നമുക്ക് ലഭിക്കില്ല. അതേപോലെ തന്നെ എന്തെന്നില്ലാത്തുള്ള ഒരു കരുത്തും നമുക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുള്ളൂ. സോ ഇതിലൂടെ നമുക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവും, ഒരു സമാധാനവും ആൻഡ് ഓൾസോ ഒരു ലക്ഷ്യവും ഉണ്ടാവും നമ്മുടെ ജീവിതത്തിന്. നമ്മളൊരു നല്ല ജീവിതം ജീവിക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടാവണമെന്നില്ല. അതിപ്പോൾ നമ്മൾ ഓരോ ദിവസവും കൂടുതൽ ബെറ്ററായിട്ട്, അതായത് നന്നായിട്ട് വരുന്നതിലൂടെയും കൂടെ ആവാം. നമ്മൾ ജീവിക്കുന്ന ഓരോ മൊമെൻറ്റിലും, അതായത് ഓരോ സെക്കൻഡിലും അള്ളാഹു നമ്മളെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ നമുക്ക് എന്തെന്നില്ലാത്ത സമാധാനം കിട്ടും. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ തീരാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആൻഡ് നമുക്കെല്ലാവർക്കും നല്ലൊരു ജീവിതം നയിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും.